ഉൽപ്പത്തി അധ്യായം 39. എന്നാൽ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മയേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്ന ഒരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്രയീമ്യൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊഴികെ അവൻ്റെ കൈവശം ഉള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോടുകൂടെ ശയിക്കാം എന്ന് പറഞ്ഞു. അവനതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ, വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിൽ ആക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെയിരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. അധ്യായം 40. അനന്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിൻ്റെ പക്കലേൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ
വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി. മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്. അത് തളിർത്തു, പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് അവനോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു: 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസേഫിനോട്, ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസേഫ്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു: 3 കൊട്ട 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്ന് ഉത്തരം പറഞ്ഞു. 3-ാം നാളിൽ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി. അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു. യോസേഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. അധ്യായം 41. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ, അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി 2-മതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു, അത് സ്വപ്നമെന്ന് അറിഞ്ഞു. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നം ആയിരുന്നു ഓരോരുത്തൻ കണ്ടത്. അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചാറെ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തന് താൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു.
എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. ഫറവോൻ യോസേഫിനോട്, ഞാൻ ഒരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്തെങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നുവെന്ന് അറിവാനില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു 7 സംവത്സരം, നല്ല കതിരും 7 സംവത്സരം, സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരം ആകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കെ കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കെ കൊണ്ടും ആകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരി ആക്കി വയ്ക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 1/5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോൻ്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും
അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോൻ ആകുന്നു. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസേഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോൻ്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ടു മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യം ഒക്കെയും അവൻ ശേഖരിച്ചു പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോട് ഒക്കെയും, നിങ്ങൾ യോസേഫിൻ്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ടികശാലകൾ ഒക്കെയും തുറന്നു മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിൻ്റെ അടുക്കൽ വന്നു. അധ്യായം 42. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്ത്? മിസ്രയീമിൽ ധാന്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യോസേഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രയീമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസേഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രയേലിൻ്റെ പുത്രന്മാരും വന്നു. കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞു എങ്കിലും അറിയാത്ത ഭാവം നടിച്ചു. അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് അവരോട് ചോദിച്ചതിന്, ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്തു നിന്ന് വരുന്നു എന്ന് അവർ പറഞ്ഞു. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞു എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസേഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തു അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു. ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, അല്ല, നിങ്ങൾ ദേശത്തിൻ്റെ
ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, 12 സഹോദരന്മാർ ആകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ ഉണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളിൽ ഒരുത്തനെ അയപ്പിൻ. നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം. നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ. അല്ലെന്ന് വരികിൽ ഫറവോനാണ്, നിങ്ങൾ ഒറ്റുകാർ തന്നെ. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂബേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നത് കൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാൺക ബന്ധിച്ചു. അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടിയ ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. തൻ്റെ സഹോദരന്മാരോട്, എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, അതിതാ എൻ്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോബിൻ്റെ അടുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത്. ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റുനോക്കുന്നവർ എന്ന് വിചാരിച്ചു ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല. ഞങ്ങൾ ഒരപ്പൻ്റെ മക്കൾ 12 സഹോദരന്മാരാകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാർത്ഥികൾ എന്ന് ഞാൻ ഇതിനാൽ അറിയും. നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങിക്കൊണ്ടു പോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല, പരമാർത്ഥികൾ തന്നെ എന്ന് ഞാൻ അറിയും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം. പിന്നെ അവർ ചാക്കൊഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തൻ്റെ ചാക്കിൽ അവനവൻ്റെ പണക്കെട്ട് ഇരിക്കുന്നു. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. അതിന് രൂബേൻ അപ്പനോട്, എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്ക, ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം
എൻ്റെ 2 പുത്രന്മാരെ കൊന്നുകളക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ, എൻ്റെ മകൻ നിങ്ങളോട് കൂടെ പോരുകയില്ല. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. അധ്യായം 43. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറേ ആഹാരം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെയില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിന് അവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ? നിങ്ങൾക്കിനിയും ഒരു സഹോദരൻ ഉണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ടും ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. പിന്നെ യഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിൻ്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം. ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പീൻ. ഇരട്ടി ദ്രവ്യവും കയ്യിൽ എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ. പക്ഷേ അത് കൈമറച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടിപ്പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോട് കൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ടു മിസ്രയീമിൽ ചെന്ന് യോസേഫിൻ്റെ മുൻപിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോക. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസേഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസേഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയൊക്കെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ യോസേഫിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തൻ്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു.
അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചതാരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ യോസേഫിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവൻ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ചു. അവനെ നമസ്കരിപ്പാൻ സാഷ്ടാംഗം വീണു. അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ? അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു കുനിഞ്ഞ് നമസ്കരിച്ചു. പിന്നെ അവൻ തൻ്റെ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസേഫിൻ്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ചു. അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോട് കൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിസ്രൈമ്യർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമ്യർക്ക് വെറുപ്പാകുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമീൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്തു അവനോടുകൂടെ ആഹ്ലാദിച്ചു. ഉൽപ്പത്തി 44. അനന്തരം അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തൻ്റെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസേഫ് തൻ്റെ ഗൃഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്ത്? അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. അവൻ അവരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ, ഞങ്ങളും യജമാനന് അടിമകളായിക്കൊള്ളാം. അതിന് അവൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അത് ആരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും, നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താൻ്റെ ചാക്കഴിച്ചു. അവൻ മൂത്തവൻ്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റേത് വരെ ശോധന കഴിച്ചു. ബെന്യാമീൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു.
അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. യഹൂദയും അവൻ്റെ സഹോദരന്മാരും യോസേഫിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു. അവർ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെ പോലെയുള്ള ഒരുത്തന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ, യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു? എന്ത് ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിത്തീരും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ അടുത്തു ചെന്ന് പറഞ്ഞത്, യജമാനനെ, അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെ പോലെയല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോവും എന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനൻ്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് പോയിക്കൂടാ. അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയാനായി അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി. അവനെ പറിച്ചു കീറിപ്പോയി. നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ടിപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലനില്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലനു വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് കൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. അധ്യായം 45. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോൻ്റെ ഗൃഹവും അത് കേട്ടു. യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു.
അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. യോസേഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോൻ്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമടുകയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരേണം. നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസേഫ് അവർക്ക് ഫറവോൻ്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു. വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു. അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും, ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രയീമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റിയച്ചു. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയച്ചു. അവർ പുറപ്പെടുമ്പോൾ, നിങ്ങൾ വഴിയിൽ വച്ച് ശണ്ഠ കൂടരുതെന്ന് അവരോട് പറഞ്ഞു. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി. അവനോട്, യോസേഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളെയൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു.